നോമ്പിന് എത്ര നേരത്തെ അടുക്കളയിൽ കയറിയാലും നമ്മുടെ പണികളൊന്നും തീരില്ല അല്ലേ. ആ ഒരു നോമ്പ് പറക്കണ നേരമാകുമ്പോഴത്തേക്കും നമുക്ക് എന്തൊക്കെയോ തിരക്കുകളാണ്. ഭയങ്കരമായിട്ടുള്ള ഓട്ടപ്പാച്ചിലായിരിക്കും കേട്ടോ. നമ്മൾ എത്ര നേരത്തെ കിച്ചണിൽ കയറിയാലും അങ്ങനെ തന്നെയാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമുക്ക് പൈനാപ്പിൾ ജ്യൂസും അതുപോലെ തന്നെ പിസയൊക്കെയാണ് കേട്ടോ സ്നാക്സ് ആയിട്ട് റെഡിയാക്കുന്നത്. അങ്ങനെ പിസയ്ക്ക് ആവശ്യമുള്ള ക്യാപ്സിക്കും ഉള്ളിയൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ മണിക്കൂറുകളോളമുള്ള വീഡിയോ ആണ് കേട്ടോ ഈ ഒരു മിനിറ്റിൽ കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ ജ്യൂസൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ. നോമ്പിൻ്റെ നല്ല ക്ഷീണമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഷോപ്പിൽ നിന്ന് വന്നതിന് ശേഷം വേണം ഇതൊക്കെ കുക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു ഓട്ടപ്പാച്ചിലാണ് കേട്ടോ. ഈ ഒരു യെല്ലോ കളറ് തണ്ണിമത്തൻ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വാങ്ങിക്കുന്നത്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മറ്റുള്ള തണ്ണിമത്തനെ അപേക്ഷിച്ച് നല്ല ടേസ്റ്റാണ്, നല്ല മധുരമായിരുന്നു കേട്ടോ. അങ്ങനെ വെള്ളം അധികമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ലൈം ജ്യൂസും കൂടി ഉണ്ടാക്കുന്നുണ്ട്, പൈനാപ്പിൾ ജ്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ മുന്തിരി ജ്യൂസ് നമ്മൾ ഫ്രിഡ്ജിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം കുടിക്കാനാണ് നമുക്ക് നോമ്പ് തുറന്ന് കഴിയുമ്പോൾ കൂടുതൽ തോന്നുക. അതുകൊണ്ട് തന്നെ ഒരുപാട് നമ്മൾ വെള്ളം റെഡിയാക്കി വെക്കും കേട്ടോ. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വെള്ളം അധികം വേണം. അങ്ങനെ വെള്ളം റെഡിയാക്കി പിന്നെ നമ്മൾ പിസ്സ റെഡിയാക്കുകയാണ് കേട്ടോ. നമ്മൾ രാവിലെ തന്നെ ദോയൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് കേട്ടോ പോണത്. കാരണം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമയമില്ല. അപ്പോൾ കുറച്ചധികം ദിവസമായി കുട്ടികൾ പറയണു പിസ്സ റെഡിയാക്കണമെന്ന്. അപ്പോൾ എൻ്റെ സമയക്കുറവ് കൊണ്ട് എനിക്ക് ഇന്നാണ് കേട്ടോ റെഡിയാക്കാനായിട്ട് സാധിച്ചത്. ഒരു 3 എണ്ണം റെഡിയാക്കുന്നുണ്ട്. നല്ല ഇഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ കുട്ടികൾക്ക് പിസ്സ. അങ്ങനെ ഇന്നത്തെ നോമ്പ് ഇവിടെ കഴിയാനായി. ഇനി നാളെ കാണാം കേട്ടോ.